മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ലോകമെമ്പാടുമുള്ള ഗുഡ്നസ് TV പ്രേക്ഷകർക്ക് ഈ പ്രഭാത വിരുന്നിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നമുക്ക് ഒരു ദിവസം കൂടി കർത്താവ് ജീവിതത്തിൽ നമുക്ക് ചേർത്ത് തന്നിരിക്കുകയാണ്. കർത്താവ് നമുക്ക് നന്ദി പറയാം ഈ ഒരു ദിവസത്തെ ഓർത്ത്. നമ്മുടെ അധ്വാനങ്ങളും പരിശ്രമങ്ങളെല്ലാം ഈ ഒരു ദിവസം, ഈ ഒരു നിമിഷം കർത്താവിന് പൂർണ്ണമായിട്ട് കൊടുത്ത് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാ പരിശ്രമങ്ങളെയും, കണ്ടുമുട്ടലുകൾ, യാത്രകൾ, പഠനങ്ങൾ, ജോലികൾ, അധ്വാനങ്ങൾ എല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. പാപാവസ്ഥയിൽ ജീവിക്കാതിരിക്കാൻ, കൂടുതൽ നന്മയിൽ ജീവിക്കാൻ, മറ്റുള്ളവരെ സ്നേഹിക്കാൻ, കർത്താവിനെ സ്നേഹിക്കാൻ, ഒരു പടി കൂടി എൻ്റെ ആത്മീയ ജീവിതത്തിൽ മുന്നേറുവാൻ കൃപ നൽകണമെന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയാണ് നമ്മെ എല്ലാം കൂട്ടി യോജിപ്പിക്കുന്നത്. പരിശുദ്ധ അമ്മയാണ് പ്രത്യേകമായിട്ട് നമുക്ക് മാധ്യസ്ഥം വഹിക്കുക. ഈ പ്രഭാത വിരുന്നിൻ്റെ മധ്യസ്ഥ പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മയോട് ചേർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ ഞങ്ങളുടെ ഈ വചന ശുശ്രൂഷയിൽ എന്നും സാന്നിധ്യമായിട്ടുണ്ടാകണമേ. കേൾക്കുന്ന വചനങ്ങൾ, ഞങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ അങ്ങയുടെ മാധ്യസ്ഥത്താൽ അങ്ങയുടെ തിരുക്കുമാരന് നൽകണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് ചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക, ലോകമെമ്പാടുമുള്ള മനുഷ്യർ ക്രിസ്തുവിനെ ശ്രവിക്കാനായിട്ട് അവസരം ലഭിക്കുന്നതിന് വേണ്ടി ഇന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. നമുക്ക് ഇന്നത്തെ വചനത്തിലേക്ക് പ്രവേശിക്കാം. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. യേശു അവരോട് ഉപമകൾ വഴി സംസാരിക്കാൻ തുടങ്ങി. ഒരുവൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു, അതിനു ചുറ്റും വേലി കെട്ടി, മുന്തിരിച്ചക്ക് സ്ഥാപിച്ചു, ഒരു ഗോപുരവും പണിതു. അത് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് അവൻ അവിടെ നിന്ന് പോയി. സമയമായപ്പോൾ മുന്തിരി ഫലങ്ങളിൽ നിന്ന് തൻ്റെ ഓഹരി ശേഖരിക്കാൻ അവൻ കൃഷിക്കാരുടെ അടുത്തേക്ക് ഭൃത്യനെ അയച്ചു. എന്നാൽ അവർ അവനെ പിടിച്ച് അടിക്കുകയും വെറും കൈയോടെ പറഞ്ഞയക്കുകയും ചെയ്തു. വീണ്ടും അവൻ മറ്റൊരു ഭൃത്യനെ അയച്ചു. അവർ അവനെ തലയ്ക്ക് പരിക്കേൽപ്പിക്കുകയും അപമാനിച്ചയക്കുകയും ചെയ്തു. അവൻ വീണ്ടും ഒരുവനെ അയച്ചു. അവനെ അവർ കൊന്നുകളഞ്ഞു. മറ്റു പലരെയും അയച്ചു. ചിലരെ അവർ അടിക്കുകയും ചിലരെ കൊല്ലുകയും ചെയ്തു. അവന് ഇനി ഒരുവൻ മാത്രം അവശേഷിച്ചു, തൻ്റെ പ്രിയപുത്രൻ. എൻ്റെ പുത്രനെ അവർ മാനിക്കുമെന്ന് പറഞ്ഞ് അവസാനം അവനെയും അവരുടെ അടുത്തേക്ക് അയച്ചു. കൃഷിക്കാർ പരസ്പരം പറഞ്ഞു, ഇവനാണ് അവകാശി, ഇവനെ നമുക്ക് കൊന്നുകളയാം, അവകാശം നമ്മുടേതാകും. അവർ അവനെ പിടിച്ച് കൊന്നുകളഞ്ഞു. ഇനി മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ എന്തു ചെയ്യും? അവൻ വന്ന് ആ കൃഷിക്കാരെ നശിപ്പിച്ച് മുന്തിരിത്തോട്ടം വേറെ ആളുകളെ ഏൽപ്പിക്കും. ഈ വിശുദ്ധ ലിഖിതം നിങ്ങൾ വായിച്ചിട്ടില്ലേ? പണിക്കാർ ഉപേക്ഷിച്ച കല്ല് തന്നെ മൂലക്കല്ലായിത്തീർന്നു. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. നമ്മുടെ ദൃഷ്ടിയിൽ ഇത് അത്ഭുതകരമായിരിക്കുന്നു. ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗമാണ് മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞ ഒരു ഉപമയെക്കുറിച്ചാണ് ഇന്നത്തെ വചനം വിചിന്തനം നടത്തുക. മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാർ,
ഒരുപാട് സമയം നമ്മൾ ധ്യാനിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഏക അടിസ്ഥാനം എന്ന് നമുക്കറിയാം, കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തി എന്നുള്ളതാണ്. പല പ്രവാചകരിലൂടെയും ഇസ്രായേൽ ജനത്തിന് മുമ്പിൽ കർത്താവിൻ്റെ വചനം കൊണ്ടുവരാൻ പരിശ്രമിച്ചെങ്കിലും അവരെല്ലാം അവഹേളിക്കുകയും അവസാനം സ്വപുത്രനെ തന്നെ അയക്കുകയും അവനെ അവർ പരിക്കേൽപ്പിക്കുകയും കൊന്നുകളയുകയും ചെയ്യുമെന്ന കർത്താവിൻ്റെ ഒരു പ്രവചനം കൂടിയാണ് ഈ ഉപമ. അപ്പോൾ ഈ ഉപമയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇന്നത്തെ ജീവിതാവസ്ഥയിൽ നമ്മുടെ ജീവിതത്തിലും ഇതൊരുപാട് പ്രാക്ടിക്കലായിട്ട്, പ്രാവർത്തികമായിട്ട് നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുന്നതാണ്. കർത്താവ് മുന്തിരിക്കാരുടെ ഉപമയിലൂടെ ആദ്യം തന്നെ പറഞ്ഞു വയ്ക്കുന്നത് ആ യജമാനൻ്റെ കാര്യമാണ്. യജമാനൻ ആ മുന്തിരിത്തോട്ടത്തെ കൃത്യമായ രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത്. ഒരിക്കലും അധ്വാനിക്കാതെയല്ല ഫലം ഭക്ഷിക്കാനായിട്ട് തൻ്റെ ദാസരെയും പ്രിയപുത്രനെ അയക്കുകയും കൃഷിക്കാരുടെ അടുത്തേക്ക് വിടുക. ആ യജമാനൻ അധ്വാനിച്ചിട്ടുണ്ട്. ആ കൃഷി ഇടം കൃത്യമായി ഒരുക്കി, മുന്തിരിച്ചക്ക് സ്ഥാപിച്ചു, ചുറ്റുമതിൽ കെട്ടി, കൃത്യമായ ദാസരെ അല്ലെങ്കിൽ പണിക്കാരെ, കൃഷിക്കാരെയൊക്കെ കൃത്യമായി ഏൽപ്പിച്ചു. ഇന്ന രീതിയിലൊക്കെ വിളവുകൾ വരണം, ഇന്ന ഒരു പ്രതീക്ഷ എനിക്കുണ്ട് എന്നൊരു കൃത്യമായൊരു സന്ദേശം നൽകിയിട്ടാണ് ആ കൃഷിക്കാരൻ അല്ലെങ്കിൽ കൃഷി ഉടമ അവിടെ നിന്ന് യാത്രയായി പോകുന്നത്. അപ്പോൾ തൻ്റെ കൃഷിക്കാരെ പൂർണ്ണമായിട്ട് വിശ്വസിച്ച ഒരു യജമാനൻ കൂടിയാണ് അദ്ദേഹം. ആ കൃഷിയിടത്തെ ഒരുക്കുന്നു, കൃഷിയിടത്തെ ഒരുക്കിയ ആ യജമാനൻ കൃഷിക്കാരെ ഒരുക്കുന്നു, കൃഷിക്കാരെ ഒരുക്കിയ യജമാനൻ കൃഷിക്കാരെ വിശ്വസിക്കുന്നു. തൻ്റെ കൃഷിയിടത്തിൽ കൃത്യമായ ഫലങ്ങൾ പുറപ്പെടുവിക്കുമെന്നും തനിക്ക് ആ ഫലങ്ങൾ താൻ വിടുന്നവരെ തൻ്റെ ദാസരിലൂടെ തനിക്ക് നൽകുമെന്നും പൂർണ്ണമായിട്ട് വിശ്വസിച്ച ഒരു യജമാനൻ്റെ ചിത്രമാണ് ഏറ്റവും ആദ്യം ഇതിൽ വയ്ക്കുക. ഒന്ന് ആലോചിച്ച് പഴയ നിയമത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ കർത്താവ് ഇസ്രായേൽ ജനത്തെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുന്നു. 40 വർഷക്കാലം മരുഭൂമിയിലൂടെ യാത്രയാകുന്നു. കാനാൻ ദേശത്തേക്ക്, കൃത്യമായ സ്ഥലത്ത് തേനും പാലും ഒഴുകുന്ന ഒരു ദേശത്തേക്ക് ഇസ്രായേൽ ജനത്തെ എത്തിക്കുന്നു. എന്നിട്ട് കർത്താവ് അവർ കൃത്യമായി ഒരുക്കിയതിന് ശേഷം അവരിൽ നിന്നൊരു ഫലം പുറപ്പെടുവിക്കാനായിട്ടുള്ള ആഗ്രഹം കർത്താവിനുണ്ടായിരുന്നു. പക്ഷേ അവർ അവിടെ നിന്ന് വ്യതിചലിച്ചു പോവുകയാണ്, മുറവിളി കൂട്ടുകയാണ്. ഒരു രാജാവിന് വേണ്ടി മുറവിളി കൂട്ടുന്നു, തങ്ങൾക്ക് സൗഭാഗ്യമില്ല എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുന്നു, തങ്ങൾക്ക് ദേവന്മാരില്ല എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുന്നു. ഇങ്ങനെ പല മുറവിളികൾ പഴയ നിയമത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നു. കൃത്യമായ ഒരു കൃഷിയിടം ഒരുക്കിയ യജമാനനെ പോലെ തന്നെ ഇസ്രായേൽ ജനത്തിനും കൃത്യമായ ഇടങ്ങൾ കർത്താവ് ഒരുക്കി കൊടുത്തിട്ടും മുറവിളികളുടെ ശബ്ദമാണ് പഴയ നിയമത്തിൽ പല സ്ഥലങ്ങളിൽ നമ്മൾ കേൾക്കാറുള്ളത്. നമ്മുടെ ജീവിതത്തെ ഒന്ന് എടുത്തു നോക്കിയേ, പലപ്പോഴും മുറവിളികൾ നമുക്കുണ്ട്, പിറുപിറുപ്പുകൾ നമുക്കുണ്ട്. കർത്താവ് കൃത്യമായ ഒരു കുടുംബത്തിലേക്ക് നമ്മളെ സൃഷ്ടിച്ചയച്ചിട്ടുണ്ട്. കർത്താവ് കൃത്യമായി നമുക്ക് ഒരു ജോലി, നമ്മുടെ പഠന മേഖല, അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന സ്ഥലങ്ങൾ കർത്താവ് ഒരുക്കിയ ഇടങ്ങളാണതൊക്കെ. ആ ഇടങ്ങളിൽ നിന്നുകൊണ്ട് കർത്താവിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കുമെന്ന പൂർണ്ണമായ വിശ്വാസത്തോടു കൂടിയാണ് കർത്താവ് നമ്മൾ ആ ഇടങ്ങളിലൊക്കെ വസിക്കാൻ അനുവദിക്കുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾക്ക് പിറുപിറുക്കങ്ങളാണ്, അല്ലെങ്കിൽ മുറവിളികളാണ്. ഞങ്ങൾക്ക് അതില്ലല്ലോ, ഞങ്ങൾക്ക് ഇതില്ല, ഞങ്ങൾക്ക് ഇങ്ങനെ കുറവുകളാണ്, ഞങ്ങൾക്ക് ഇതിനുള്ള കഴിവുകളില്ല, ഞങ്ങൾക്ക് സാമ്പത്തികമായ നേട്ടങ്ങളില്ല, ഞങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജോലിക്ക് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്നേഹമില്ല, പരസ്പര സ്നേഹമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുറവിളികളുടെ ഒരു ബഹളമാണ് പലപ്പോഴും നമ്മുടെ ജീവിതം, അല്ലേ? പക്ഷെ കർത്താവ് ഓർമ്മിപ്പിക്കുന്ന, ഈ യജമാനെ പോലെ ഓർമ്മിപ്പിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് ഒരുക്കിയ ഇടമാണ്. കൃത്യമായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു മുന്തിരിച്ചക്ക് സ്ഥാപിച്ചു, ചുറ്റുമതിലൊക്കെ കെട്ടി, നമ്മളെ പരിപാലിക്കാൻ, കാക്കാൻ, നമ്മൾക്ക് വേണ്ടി, നമ്മളെ പരിപാലിക്കാൻ വേണ്ടി കൃത്യമായ ആളുകളെ നിയമിച്ചിട്ടൊക്കെയാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് നമ്മളെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോഴും പിറുപിറുത്തുകൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങൾക്കും വേണ്ടി. ഇന്നൊന്ന് വിചിന്തനം ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ എന്തിനൊക്കെ വേണ്ടിയാണ് പിറുപിറുക്കുന്നത്? ഞാൻ എന്തിനൊക്കെ വേണ്ടിയാണ് മുറവിളി കൂട്ടുന്നത്? എനിക്ക് കിട്ടിയിട്ടും പോരാ എന്നൊരു ധാരണ, ഒരു വിചാരം മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഇന്നത്തെ ദിവസം ഈശോ നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ് നന്ദി പറയാനായിട്ട്. നിങ്ങൾക്ക് കിട്ടിയതെല്ലാം സൗഭാഗ്യങ്ങളാണ്, നന്മകളാണ്, കൃപകളാണ്. അത് നിൻ്റെ സന്തോഷമായിക്കൊള്ളട്ടെ, നിൻ്റെ ദുഃഖമായിക്കൊള്ളട്ടെ, നിനക്കുണ്ടായ നിരാശയായിക്കൊള്ളട്ടെ, പ്രത്യാശയായിക്കൊള്ളട്ടെ, നിനക്ക് ഏത് ജീവിതത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നുപോയാലും നിനക്ക് കിട്ടിയിരിക്കുന്നതൊക്കെ കർത്താവ് നൽകിയിട്ടുള്ള കൃപകളാണ്. അപ്പോൾ അതിന് നന്ദി പറയാനായിട്ട് നിനക്ക് ഇന്ന് സാധിക്കണമെന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഉപമയുടെ 2ാം ഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവ് അല്ലെങ്കിൽ യജമാനൻ കൃത്യമായി ദാസന്മാരെ അയക്കുന്നു. വിളവെടുപ്പിൻ്റെ സമയമായപ്പോൾ കൃത്യമായിട്ടും ദാസന്മാരെ അയക്കുന്നു. തനിക്ക് വിളവുകൾ ശേഖരിക്കാൻ, അല്ലെങ്കിൽ അവർ എത്രമാത്രം അധ്വാനിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി തൻ്റെ ദാസന്മാരെ ഈ കൃഷിയിടത്തിലേക്ക് അയക്കുകയാണ്. ഈ കൃഷിയിടത്തിലേക്ക് വന്ന ദാസർക്ക് നേരിടാനായിട്ട് സാധിച്ചത് ഒരു സ്വീകരണമല്ല, പകരം അവഗണനകളാണ്. ഈ ദാസർ ഈ മുന്തിരി കൃഷിത്തോട്ടത്തിലേക്ക് വരുമ്പോൾ
അവിടെ സ്വീകരിക്കാൻ ആളുകളില്ല. പകരം ഈ കൃഷിക്കാർ അവരെ അവഹേളിച്ച് എങ്ങനെയെങ്കിലും മുന്തിരിത്തോട്ടത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് മാത്രം ആഗ്രഹിച്ച് ജീവിച്ചിരുന്ന കൃഷിക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഏതാനും മനുഷ്യരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഒരു ദാസന് പോലും അവിടെ നിന്ന് വിളവെടുപ്പെടുക്കാനോ അല്ലെങ്കിൽ കൃഷിക്കാരെക്കുറിച്ച് യജമാനനോട് പറയാനോ ഒന്നും സാധിച്ചിട്ടില്ല. ഒരു നന്മ കൃഷിക്കാരെക്കുറിച്ച് പറയാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ മുന്തിരി കൃഷിയിടങ്ങളിലേക്ക് വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് ആ കൃഷിക്കാർക്ക് ആ ദാസരെ ആയാലും യജമാൻ്റെ പുത്രനെ ആയാലും സ്വീകരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നത്? അവരുടെ അഹങ്കാരം നിമിത്തമാണ്, അവരുടെ അസൂയ നിമിത്തമാണ്, എല്ലാത്തിനുപരി അവരുടെ ഒരു അത്യാഗ്രഹ നിമിത്തമാണ്. ഇതെല്ലാം ഞങ്ങളുടെയാണെന്നൊരു ധാരണയിലേക്ക് വന്നതുകൊണ്ടാണ് അവർക്കിതെല്ലാം കൊടുക്കാനായിട്ട് സാധിക്കാതെ പോയത്. എല്ലാം കയ്യിലുണ്ടാകണം, എല്ലാം കയ്യിൽ പിടിക്കണം എന്നൊരാഗ്രഹം വന്നതുകൊണ്ടാണ് ഇവർക്കൊന്നും കൊടുക്കാനായിട്ട് സാധിക്കാത്തത്. പലപ്പോഴും നമുക്ക് കൊടുക്കാൻ പറ്റാത്തത് അതുകൊണ്ടൊക്കെയാണ്. നമ്മുടെയാണ് ഇതെല്ലാം എന്നൊരു ധാരണ നമുക്കുണ്ട്. അത് സമ്പത്താകാം, നമ്മുടെ കഴിവുകളാകാം, അല്ലെങ്കിൽ നമുക്കുള്ള സ്നേഹമാകാം, നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്ന സ്നേഹമാണ്. ഇതൊക്കെ എനിക്കുള്ളതാണ്, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് മാത്രമാണ് എന്നൊരു ധാരണ നമുക്കുണ്ട്. പക്ഷേ നമ്മൾക്ക് ഉദാഹരണങ്ങളായിട്ട് എത്രയോ പേര് നമ്മുടെ മുമ്പിൽ ജീവിച്ചു പോയി, വിശുദ്ധർ. ഏറ്റവും ഉദാഹരണമായിട്ട് വിശുദ്ധ മദർ തെരേസ പാവങ്ങൾക്ക് വേണ്ടി കൊൽക്കത്ത വീതികളിലൂടെ, നഗരവീതികളിലൂടെ, തെരുവിലൂടെയൊക്കെ നടന്ന് തൻ്റെ ഉള്ളിലുള്ള സ്നേഹത്തെ മുഴുവൻ കൊടുക്കാൻ പറ്റി, തന്നിലുണ്ടായ സമ്പത്ത് മുഴുവൻ കൊടുക്കാൻ പറ്റി, തൻ്റെ ആരോഗ്യം മുഴുവൻ കൊടുക്കാൻ പറ്റി. അപ്പോൾ കർത്താവ് നിറച്ചിരുന്നതെല്ലാം കൊടുക്കാനായിട്ട് സാധിച്ച ഒരു വിശുദ്ധിയാണല്ലോ മദർ തെരേസ. അതുപോലെ മദർ തെരേസ ഇന്നും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നമുക്ക് കൊടുക്കാനായിട്ട് പറ്റണം. ഇതൊന്നും നമ്മുടെ സ്വന്തമല്ല. കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുക, നീ ഒരിക്കൽ മരിക്കും, മനുഷ്യ നീ മണ്ണാകുന്നു എന്ന് പറഞ്ഞ ഓർമ്മപ്പെടുത്തൽ നമുക്കുണ്ട്. ആ മണ്ണിലേക്ക് നമ്മൾ മടങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് അലക്സാണ്ടർ ചക്രവർത്തി നമ്മൾ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്നും സ്വന്തമായിട്ടില്ല, എല്ലാം കൊടുക്കാനുള്ളതാണ് കർത്താവ് നൽകുന്നത്. അത് ജീവിതത്തിൻ്റെ ഏത് മേഖല ആയിക്കൊള്ളട്ടെ, ഏത് വസ്തു ആയിക്കൊള്ളട്ടെ, ഏത് കഴിവുകളായിക്കൊള്ളട്ടെ, അത് കൊടുക്കാനായിട്ടുള്ള ഒരു തുറന്ന മനസ്സിന് വേണ്ടി ഇന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. മൂന്നാമതായിട്ട്, ഈ ദാസന്മാരുടെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാനായിട്ട്, അല്ലെങ്കിൽ യജമാനൻ്റെ സ്വരം ശ്രവിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. പലപ്പോഴും നമുക്ക് എപ്പോഴും വരുന്ന ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഷെയർ ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്, കർത്താവ് എങ്ങനെ സംസാരിക്കണേ, എനിക്കൊന്നും കേൾക്കാൻ സാധിക്കില്ല. ഒരിക്കലും ഒരു യുവാവ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഒരുപാട് കാലങ്ങളായി ഒരു തീരുമാനത്തിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നു, കർത്താവ് എന്നോട് സംസാരിക്കുന്നില്ല, കർത്താവ് എനിക്ക് അതിനെക്കുറിച്ചൊരു മറുപടി എനിക്ക് നൽകുന്നില്ല. ഞാൻ അവനോട് ചോദിച്ചു, നീ പേഴ്സണൽ പ്രയർ ഇരുന്നുണ്ട്, വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഇരിക്കാറുണ്ടോ? ഉണ്ട്. അല്ലെങ്കിൽ നീ ബൈബിൾ വായിക്കാറുണ്ടോ? ഉണ്ട്. വിശുദ്ധ ബലി അർപ്പിക്കാറുണ്ടോ? ഉണ്ട്. ഞാൻ ജപമാലയിലൂടെ കടന്നു പോകാറുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ കടന്നു പോകാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ വെറുതെ ചോദിച്ചു, നിൻ്റെ മാതാപിതാക്കളെ നിനക്ക് സ്നേഹിക്കാൻ സാധിക്കാറുണ്ടോ? അപ്പോൾ അവരുമായിട്ട് ചെറിയ അകലത്തിലാണ്, അവന് അത്രയും സ്നേഹത്തിലല്ല ഇപ്പോൾ കഴിയുന്നത്, ചെറിയൊരു വഴക്കിലാണ്, ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, തെറ്റിദ്ധാരണയിൽ പുറത്ത് വന്ന ഒരു വഴക്കിൻ്റെ പുറത്തൊക്കെയാണ് അവൻ ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് മാതാപിതാക്കളെ അവന് ശ്രവിക്കാൻ സാധിക്കുന്നില്ല. ഒരു പക്ഷേ നമ്മളെല്ലാം വിചാരിക്കുന്നത് കർത്താവിനോട് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് കുറേ കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുമെന്നൊരു മിഥ്യാധാരണ നമുക്കുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് കർത്താവിന് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവ് പലരിലൂടെയുമായിരിക്കും നമ്മളോട് സംസാരിക്കുക. നിൻ്റെ അപ്പനിലൂടെയായിരിക്കും, നിൻ്റെ അമ്മയിലൂടെയായിരിക്കും, നിൻ്റെ മകനിലൂടെയായിരിക്കും, മകളിലൂടെയായിരിക്കും, സഹോദരങ്ങളിലൂടെയായിരിക്കും, നിനക്ക് ചുറ്റുമുള്ളവരിലായിരിക്കും, നിൻ്റെ ക്ലാസ്മേറ്റ്സിലൂടെയായിരിക്കും, നിൻ്റെ ജോലിയിൽ കൂടെ ജോലി ചെയ്യുന്നവരിലൂടെയായിരിക്കും, അല്ലെങ്കിൽ ഒരു പക്ഷേ വഴിയിലൂടെ യാത്രകളൊക്കെ കണ്ടുമുട്ടുന്ന ചില യാത്രക്കാരിലൂടെയൊക്കെ ആയിരിക്കും. കർത്താവ് പലരിലൂടെയും പല സംഭവങ്ങളിലൂടെയും നമ്മളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ശ്രമിക്കാൻ സാധിക്കണമെങ്കിൽ തുറന്ന ഹൃദയത്തോടെ, തുറന്ന മിഴികളിലൂടെ, തുറന്ന കാതുകളിലൂടെ ശ്രവിക്കാനും കാണാനും പരിശ്രമിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ദാസർക്ക് പറ്റിയ, അല്ലെങ്കിൽ കൃഷിക്കാർക്ക് പറ്റിയ അബദ്ധം, യജമാനൻ്റെ സ്വരം ഈ ദാസരിലൂടെ, ഈ പ്രിയപുത്രനിലൂടെ ശ്രവിക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. അവർ യജമാനൻ വരട്ടെ എന്ന് വിചാരിച്ച് കാത്തിരുന്ന ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് യജമാനൻ വന്നപ്പോൾ അവർ പുറത്താക്കപ്പെടുകയും മറ്റു കൃഷിക്കാർ ആ സ്ഥലം, കൃഷിയിടം ഏൽപ്പിക്കപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഒന്നുകൂടിയും പ്രത്യേകമായിട്ട് നമുക്ക് കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാൻ, മറ്റുള്ളവരിലൂടെ, മറ്റു സംഭവങ്ങളിലൂടെ, നമ്മളുടെ പഠനത്തിൻ്റെ മേഖലകളിലൂടെ, ജോലി സ്ഥലങ്ങളിലൂടെ, കുടുംബത്തിൽ കർത്താവിനെ ഒന്ന് ശ്രവിക്കാനായിട്ട് പരിശ്രമിക്കാം. നമുക്ക് പ്രത്യേകമായിട്ട് ഇന്നത്തെ ദിവസം പൂർണ്ണമായും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. 3 കാര്യങ്ങൾ. 1, കർത്താവ് ഒരുക്കിയ ഇടത്തിലാണ് നമ്മൾ വസിക്കുന്നത്, കർത്താവിന് നന്ദി പറയാൻ നമ്മൾ മറക്കരുത്. 2, കർത്താവ് പലരിലൂടെയും നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾക്കത് സ്വീകരിക്കാനായിട്ടുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. ആരിലൂടെ വേണമെങ്കിലും, എന്തിലൂടെ വേണമെങ്കിലും, എങ്ങനെയെങ്കിലും കർത്താവ് നമ്മളോട് സംസാരിക്കും, അത് ശ്രവിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണം.
മൂന്നാമത് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം. ഇതൊന്നും എൻ്റെ സ്വന്തമല്ല, എൻ്റേതായിട്ട് ഒന്നുമില്ല, എല്ലാം കർത്താവിൻ്റെ ദാനമാണ് എന്ന് പറഞ്ഞ ദാവീദ് രാജാവിനെ പോലെ അല്ലെങ്കിൽ ജോബിൻ്റെ പോലെ നമുക്ക് കർത്താവിന് കൊടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എല്ലാം കൊടുക്കാനായിട്ടുള്ളൊരു ഹൃദയം തുറന്നു തരണമെന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. കാരുണ്യവാനായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോയെ, ഞങ്ങൾ ഇന്ന് കേട്ട വചനഭാഗത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായ 3 കാര്യങ്ങളുണ്ട്. ഞങ്ങളായിരിക്കുന്ന സ്ഥലങ്ങൾ നീ ഒരുക്കിയ സ്ഥലങ്ങളാണ്. ആ സ്ഥലങ്ങളിൽ നിന്നെ കണ്ടുമുട്ടുവാൻ, ആ സ്ഥലങ്ങളിൽ നിന്നെ കൊടുക്കുവാൻ, നിനക്ക് സാക്ഷ്യമായിരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. രണ്ടാമതായിട്ട്, ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്ന വലിയ ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു ഹൃദയത്തെ സ്വന്തമാക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. മൂന്നാമതായിട്ട്, നിൻ്റെ സ്വരം ശ്രവിക്കാൻ, അത് മറ്റുള്ളവരിലൂടെ, മറ്റു സംഭവങ്ങളിലൂടെ, ഞങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ എങ്ങനെയാണോ നീ സംസാരിക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ ശ്രവിക്കാനായിട്ടുള്ള ഒരു ഹൃദയം, ഒരു കാത്, ഒരു മിഴി ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ ഇന്നത്തെ ദിവസം എല്ലാവരോടും, പ്രത്യേകിച്ച് ഈ പ്രഭാത വിരുന്ന് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരോടൊപ്പം ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈശോ, ഇന്നത്തെ ദിവസത്തെ നീ കുറേയും കൂടി മനോഹരമാക്കി, കുറേയും കൂടി ആത്മീയ ചൈതന്യത്തിലേക്ക് വളരാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. സകല ക്രോവേന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സകല വിശുദ്ധരോടും കൂടി ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ മധ്യസ്ഥരായ വിശുദ്ധരോടുകൂടെ ഞങ്ങൾ ഒന്നും കൂടി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ പേരിന് കാരണഭൂതരായവർ, ഞങ്ങളുടെ കാവൽ മാലാഖമാർ, ഞങ്ങളുടെ ദേവാലയത്തിൻ്റെ മധ്യസ്ഥർ, അവരെല്ലാവരോടും ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങ് സ്വീകരിച്ച് ഇന്നത്തെ ദിവസത്തെ പൂർണ്ണമാക്കി തരാൻ, ഞങ്ങളുടെ അധ്വാനങ്ങളിലും പരിശ്രമങ്ങളിലും നിൻ്റെ സാന്നിധ്യം ഉണ്ടാകാൻ ഞങ്ങളെ സഹായിക്കണമേ. സകല വിശുദ്ധരെ, മാലാഖമാരെ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മൾക്ക് വേണ്ടി ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് മരിയൻ കൂടാരങ്ങളിലൊക്കെ ഇരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, അവർക്ക് വേണ്ടി ഒരു ജപമാലയെങ്കിലും ചൊല്ലിയെന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഒപ്പം പരിശുദ്ധ പിതാവ് ലിയോ 14 മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും, എല്ലാ കർദിനാൾമാർക്ക് വേണ്ടിയും, മെത്രാപ്പൊലിത്താമാർക്ക് വേണ്ടിയും, മെത്രാമാർക്ക് വേണ്ടിയും, സകല വൈദികർക്ക് വേണ്ടിയും, സമർപ്പിതർക്ക് വേണ്ടിയും, അൽമായർക്ക് വേണ്ടിയും നമുക്ക് ഇന്നത്തെ ദിവസം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. തിരുവീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? മുന്തിരിവീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? നറും ഗോതമ്പപ്പത്തെ താനാക്കി മാറ്റുന്ന, നാറും ഗോതമ്പപ്പത്തെ
താനാക്കി മാറ്റുന്ന കുരിശിലെ യാഗത്തിൻ അർത്ഥമെന്ത്? അതു നിനക്കേ അറിയൂ, നിനക്കു മാത്രമേ അറിയൂ. അതു നിനക്കേ അറിയൂ, നിനക്കു മാത്രമേ അറിയൂ. അതിൻ ബലമൊന്നു മാത്രമേ ജീവിതം, അതിൻ ബലമൊന്നു മാത്രമേ ജീവിതം. മുന്തിരി വീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? രഹസ്യമെന്ത്? ഒരുപാടത്ഭുതങ്ങൾ നീ ചെയ്തു, അടയാളങ്ങളാൽ കൺ തുറന്നു. ഒരുപാടത്ഭുതങ്ങൾ നീ ചെയ്തു, അടയാളങ്ങളാൽ കൺ തുറന്നു. അതിലും മഹോന്നതം സുന്ദരം സൗഭാഗ്യം, അതിലും മഹോന്നതം സുന്ദരം സൗഭാഗ്യം. അവിടുത്തെ നിശബ്ദമാം സ്നേഹമല്ലോ. എളിമതൻ അതിസൗമ്യഭാവമല്ലോ. മുന്തിരി വീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? രഹസ്യമെന്ത്? കാനായിലെ വെള്ളം വീഞ്ഞായി, കടലിനു മീതെയും നീ നടന്നോ. കാനായിലെ വെള്ളം വീഞ്ഞായി, കടലിനു മീതെയും നീ നടന്നോ. പ്രകൃതി പദാർത്ഥമെല്ലാം നിൻഹിതം പോൽ മാറി, പ്രകൃതി പദാർത്ഥമെല്ലാം നിൻഹിതം പോൽ മാറി. അവിടുന്നിൽ ദൈവസ്വരം കേട്ടറിഞ്ഞു. എളിമയോടവയെല്ലാം അനുസരിച്ചു. മുന്തിരി വീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? നറും ഗോതമ്പപ്പത്തെ താനാക്കി മാറ്റുന്ന, നാറും ഗോതമ്പപ്പത്തെ താനാക്കി മാറ്റുന്ന കുരിശിലെ യാഗത്തിൻ അർത്ഥമെന്ത്? അതു നിനക്കേ അറിയൂ, നിനക്കു മാത്രമേ അറിയൂ. അതു നിനക്കേ അറിയൂ, നിനക്കു മാത്രമേ അറിയൂ. അതിൻ ബലമൊന്നു മാത്രമേ ജീവിതം, അതിൻ ബലമൊന്നു മാത്രമേ ജീവിതം.
മുന്തിരി വീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്, രഹസ്യമെന്ത്, രഹസ്യമെന്ത്? ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.